രാഗി മിനുക്കിയ കത്തിയും കൊണ്ട് ഒരുപാട് കാലമായിട്ട് ആ അമ്മ കാത്തിരുന്നതാണ് മരുമകളെ കൊല്ലാനായിട്ട്. ആണോ? ഇൻസുലിൻ എടുത്ത അരമണിക്കൂറിനകം ഏതെങ്കിലും ഭക്ഷണം കഴിക്കണം. ഇല്ലെങ്കിൽ ശരീരം വിറയ്ക്കാൻ ആരംഭിക്കും. സ്വബോധം നഷ്ടപ്പെടും. അങ്ങനെ പല കാര്യങ്ങളും ആ അമ്മയ്ക്കുണ്ടായിരുന്നു. ഒരുപാട് ടൈം മരുമകളോട് ചോദിച്ചു, ചായ താ, എന്തെങ്കിലും താന്ന്. മരുമകൾ ശ്രദ്ധിച്ചില്ല, ഗൗനിച്ചില്ല. പിന്നെ ആ അമ്മ പോയി തനിയെ ചായ അടുപ്പത്ത് വെച്ചു. മരുമകൾ വന്നതെടുത്ത് കളഞ്ഞെന്ന് പറയുന്നു. അതിനുശേഷം രാഗി മിനുക്കി വെച്ച കത്തി കൊണ്ട് എന്തൊക്കെയാണ് നമ്മുടെ കേരളത്തിൽ നടക്കുന്നത്. വളരെ ക്രൂരമായിട്ടുള്ള കാര്യങ്ങളാണ് ഈ അടുത്ത കാലത്ത്. എല്ലാം കത്തി, വെട്ട്, കുത്ത്. നമ്മളിങ്ങനെ രാവിലെ വന്ന് നോക്കുമ്പോൾ നമ്മൾ കാണുന്ന ഇത് മാത്രമാണ്. അന്നത്തെ ദിവസം മുഴുവനും അങ്ങനത്തുള്ളതാണ് കാണുന്നത്. ഒന്നീ ആക്സിഡൻറ്റ്, അതല്ലെങ്കിൽ കത്തിക്കുത്ത്, വെട്ട്, ഭാര്യയെ പിടിച്ച് നിർത്തി മണ്ടയ്ക്കടി, മണ്ടയടിച്ചുടയ്ക്കുന്നത്. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു നമ്മുടെ കേരളത്തിൻ്റെ ഒരു ഒരു ജീവിത രീതികൾ. അപ്പം ഇതിൽ നിന്നല്ല നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവരുടെ മകൻ ഒരു നല്ല അധ്വാനിയാണെന്ന് തോന്നുന്നു. രാവിലെ 5 മണിക്ക് എഴുന്നേറ്റ് ടാപ്പിംഗ്, 5 മണിക്കല്ല മുന്നേ എഴുന്നേൽക്കണം, ടാപ്പിംഗ് ജോലി ചെയ്യുക. അതിനുശേഷം വന്നിട്ട് അതൊരു വലിയ ജോലിയല്ലേ അത്. അതെല്ലാം കഴിഞ്ഞതിന് ശേഷം അവർ ഒരു ഡ്രൈവറായിട്ട്, ഒരു ആട്ടോ ഡ്രൈവറായിട്ട് പോവുക. അപ്പം ആ കുടുംബത്തെ നല്ല രീതിയിൽ നോക്കിയ നല്ലൊരു മകനെ ആ അമ്മ വളർത്തിക്കൊണ്ട് വന്നിരിക്കും. അവിടേക്ക് ഒരു മരുമകൾ വരുന്നത്. ആ മരുമകൾ ചിന്തിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്തോന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്കൊരു ഭർത്താവ് വന്നു, ഇനി അവൻ എനിക്ക് മാത്രമാണ്, അമ്മയ്ക്കൊന്നും ചെയ്യരുത്, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് പെങ്ങൾക്ക് ചെയ്യരുത് എന്ന് ചിന്തിക്കരുത്. കാരണം നമ്മളെ നമ്മുടെ അച്ഛനും അമ്മയ്ക്ക് എന്തുമാത്രം ഇഷ്ടമുണ്ടോ അതേപോലെ തന്നെ അവർക്കും ഇഷ്ടമുണ്ട്. നമ്മുടെ കുടുംബത്തിൽ നിന്ന് വേറൊരു കുടുംബത്തിലേക്ക് ജീവിക്കാൻ പോയേക്കുന്നതാണ്. അപ്പോൾ ആ വീട്ടിലുള്ളവർ നമ്മുടെ സ്വന്തമായിട്ട് അവരെ കാണണം. അവരെന്ത് തെറ്റ് ചെയ്താലും അവരെ പറഞ്ഞ് മനസ്സിലാക്കി, ഇങ്ങനുണ്ട്, ഇങ്ങനെ എന്തിനാണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞ് മനസ്സിലാക്കി അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കണം. ജീവിക്കാൻ പറ്റിയില്ലെങ്കിൽ വെളിയിലേക്ക് വന്നേക്കണം. അടിയും കൊണ്ട് വെട്ടും കൊണ്ട് അവിടെ കിടക്കേണ്ട ആവശ്യമില്ല. പ്രധാനപ്പെട്ടതായിട്ട് അവരതാണ് മരുമകളും അമ്മായിയമ്മയായിട്ടുള്ള ഈ ഒരു പ്രശ്നങ്ങളൊക്കെ എന്ന് തീരാൻ പോകുമെന്ന് അറിയത്തില്ല. ഇതെന്തിപ്പോൾ 2 കുഞ്ഞുങ്ങൾ അനാഥയായി. വളരെ കുഞ്ഞുങ്ങൾ, 3 വയസ്സുള്ള കൊച്ച്. അപ്പം ആ കുഞ്ഞുങ്ങൾക്ക് ഒരമ്മ വേണം. അമ്മയില്ലാതെ അവർ ഇത്രയും വയസ്സായി എനിക്ക് അമ്മയില്ലാത്തതുകൊണ്ട് ചില സമയം ഭയങ്കര സങ്കടമാണ്. അപ്പം നമുക്ക് ഒരു കാലഘട്ടം വരെ നമ്മളെ ചേർന്ന് നിൽക്കാൻ അമ്മ വേണം. അതിനെ അവരില്ലാതാക്കി കളഞ്ഞു. കാരണം അവരൊരു നല്ല ഒരു ബോധമുള്ള ഒരവസ്ഥയിലായിരിക്കത്തില്ലെന്ന് തോന്നുന്നു. കാരണം ഒരു സ്ത്രീ ഇത്രയ്ക്കും ക്രൂരമായിട്ടൊന്നും മരുമകളോട് ഇങ്ങനെ പ്രവർത്തിക്കണമെങ്കിൽ അത്രയധികം അനുഭവിച്ചു കാണും. ഇപ്പം തന്നെ ഒരു ചെറിയ അമ്മയ്ക്ക് അസുഖമാണ്, നാളെ നമുക്കും വരാം. എൻ്റെ അമ്മായിയമ്മയ്ക്ക് ഇതേ അസുഖമുണ്ട്. അപ്പം നാളെ നമുക്ക് ഇത് വരും. നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ ചെയ്യുന്നത് കണ്ടാണ് നമ്മുടെ കുട്ടികൾ വളരുന്നത്. നാളെ ഇതേ സ്ഥിതി, ഇതേമാതിരി മകനുണ്ടെങ്കിൽ അവൻ വളർന്ന് കല്യാണം കഴിച്ച് കഴിയുമ്പം ഇത് തന്നെ ആയിരിക്കും നമുക്കും വരുന്ന അനുഭവം. ഒരു നിമിഷം തിരിഞ്ഞ് ചിന്തിച്ചാൽ മതി ഈ മരുമകൾ. അപ്പം അമ്മായിയമ്മയോട് പ്രശ്നം ഉണ്ടാക്കത്തില്ല. ഈ അമ്മായിയമ്മ മരുമകളായിരുന്നപ്പോൾ ഇതേപോലെ ചിന്തിച്ചിരുന്നെങ്കിൽ മരുമകളോട് പ്രശ്നം ഉണ്ടാക്കത്തില്ല. അപ്പം എനിക്ക് തോന്നുന്നു ആണുങ്ങളെല്ലാം പാവങ്ങളാണെന്ന് തോന്നുന്നു. അവർ ഒത്തിരി ഇങ്ങനെ അമ്മായിയമ്മയോടൊന്നും അത്രയ്ക്ക്, അമ്മായി അച്ഛനോടൊന്നും അത്ര പ്രശ്നം ഉണ്ടാക്കത്തില്ല. അതുമല്ല, ഈ അമ്മായി അച്ഛനും അമ്മായിയമ്മയും ഈ മരുമകനോട് ഭയങ്കര സ്നേഹമായിരിക്കും. മരുമകളോട് സ്നേഹം ഉണ്ടാകത്തില്ല. അത്രയ്ക്കും സ്നേഹമൊന്നും ഉണ്ടാകത്തില്ല. എല്ലാം മകളോടെന്നാൽ എല്ലാം പിടിച്ചു പറിച്ച് മകൾക്ക് കൊടുക്കണം, മകൾ മാത്രം നല്ലതായിട്ടിരിക്കണം, മരുമകൾ നല്ലതാവരുത് എന്നൊരു ചിന്താഗതിക്കാരാണ് ഈ അമ്മായിയമ്മമാർ. അനുഭവമുണ്ട്, അതുകൊണ്ടാണ്. അപ്പം പിന്നെ അപ്പം നമ്മൾ ചിന്തിക്കേണ്ട ഇന്നത്തെ ഈ ഒരു കാലത്തോട് നമ്മളിങ്ങനെ ചിന്തിച്ച് പോയിക്കൊണ്ടിരിക്കുമ്പം നമുക്ക് മാറ്റാൻ പറ്റും പലതും.
നല്ല ഒരു ഭർത്താവായാലും ശരി, അപ്പോൾ ഭർത്താവ് കുടിയനായാലും അതിൽ എന്ത് പ്രശ്നമായാലും ഒരു നല്ലതായിട്ട് സംസാരിച്ച് നോക്കണം. എല്ലാവരെയും വിളിച്ചിരുത്തി ഇതുപോലുണ്ട് അല്ല ഇങ്ങനാണ് എന്നെല്ലാം പറഞ്ഞ് മനസ്സിലാക്കി കുറച്ചൊക്കെ മാറാവുന്നേ ഉള്ളൂ. ഈ ഇപ്പം സോഷ്യൽ മീഡിയാസ് തുറന്ന് നോക്കിയാൽ മരുമകളെ ഒരു സൈഡിൽ കൂടെ ചീത്തവിളി, അമ്മായിയമ്മയെ ഒരു സൈഡിൽ കൂടെ ചീത്തവിളി. ഇത് മാത്രമാണ്. ഇതെങ്ങനെ നമുക്ക് ഇല്ലാതാക്കാൻ പറ്റും? ഓരോ പെണ്ണുങ്ങളും ഓരോ പെണ്ണുങ്ങളെന്ന് വെച്ചാൽ അമ്മായിയമ്മയും മരുമകളും 2 പേരും തീരുമാനിക്കേണ്ട കാര്യങ്ങളാണ്. ആലോചിച്ച് നോക്കിയേ നമ്മളൊരു വീട്ടിലേക്ക് പോകുന്നു. അവിടുത്തെ ചെക്കനെ നമ്മൾ കല്യാണം കഴിച്ചു. അവിടെ കുഞ്ഞുങ്ങളുണ്ടായി. അവിടെ വളരുന്നു. അവിടുത്തെ നമ്മുടെ ഭർത്താവിൻ്റെ അച്ഛനും അമ്മയും നമ്മുടെ അച്ഛനും അമ്മയല്ലേ? അവർക്ക് കുറച്ച് ഫുഡ് കൊടുത്താലോ അവരെ ഒന്ന് കെയർ ചെയ്താലോ എന്താ നിങ്ങൾക്ക് കുഴപ്പം? അതുപോലെ ഞങ്ങൾ പെണ്ണുങ്ങൾ അങ്ങോട്ട് കയറി വരുമ്പം നിങ്ങൾ അമ്മായിയമ്മമാരും ഒന്ന് ചിന്തിക്കണമല്ലോ. നിങ്ങളുടെ മകളെ പോലല്ലേ ഞങ്ങൾ. ഞങ്ങളെ ദ്രോഹം ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ മകൾ നല്ലതായിട്ട് ജീവിക്കാൻ പറ്റത്തില്ല. അത് നിങ്ങൾ ചിന്തിച്ച് നോക്കണം. വേറൊരു പെണ്ണ് നമ്മുടെ കുടുംബത്തിലോട്ട് കയറി വരുമ്പോൾ ആ പെണ്ണിനെ ഇത്രയധികം ദ്രോഹിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മോള് വേറൊരു കുടുംബത്താണ് ഉള്ളത്. അവൾക്കും ഇതേ ഗതിയാ എന്നങ്ങ് ചിന്തിക്കണം. അതുകൊണ്ട് വരുന്ന മരുമകളെ നല്ലതായിട്ട് വെച്ച് കഴിഞ്ഞാൽ അമ്മായിയമ്മയ്ക്കും നല്ലത്, മരുമകൾക്കും നല്ലത്. ഇനിയുള്ളവർ ഇതെല്ലാം കണ്ടൊന്ന് പഠിക്കണം. അല്ലാതെ പല ആൾക്കാരും പറയുന്നത് കൊണ്ട് കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ എന്തു പറയുന്നത് ചെക്കനെ വിളിച്ച് വേറെ എവിടെയെങ്കിലും പോയി താമസിച്ചോ, എന്തിനാണ് അച്ഛൻ്റെ അമ്മയുടെയും കൂടെ ജീവിക്കണമെന്ന്. കഷ്ടപ്പെട്ട് പിന്നെ വളർത്തി പഠിപ്പിച്ച് ജോലി വാങ്ങിക്കൊടുത്ത് എവിടോ ഒരുത്തി വരും, അവൾ എൻ്റെ മോനെയും കൊണ്ട് അങ്ങ് പോകും. എന്നിട്ട് ഞാൻ പിന്നെയും കഷ്ടപ്പെട്ട് ഞാൻ ഇങ്ങനെ ജീവിക്കണം. അത് നല്ലൊരു കാര്യമാണോ? ചിന്തിച്ച് നോക്ക്. എൻ്റെ മോനെയും കൊണ്ടുപോയി പിന്നെ എന്നെ ആര് നോക്കും? വയസ്സാകുമ്പോൾ ഞങ്ങൾ എന്നെ എൻ്റെ ഭർത്താവിനെ ആരാണ് നോക്കേണ്ടത്? അപ്പം അങ്ങനെയൊന്നും ചെയ്യാതെ പറ്റുന്നതും ആവുന്നതും നമ്മുടെ അച്ഛനും അമ്മയും നോക്കുന്ന പോലെ, അല്ലെങ്കിൽ അവർ ഒരു മനുഷ്യജീവിയാണ്, ആ പരിഗണന കൊടുത്താൽ മതി. അച്ഛനും അമ്മയായിട്ട് നോക്കണ്ട പറ്റത്തില്ലെങ്കിൽ. എന്തോ നമ്മുടെ വീട്ടിൽ നമ്മുടെ ഒപ്പത്തിൽ ജീവിക്കുന്ന ഒരു ജീവികളാണെന്ന് വിചാരിച്ച് അവർക്ക് വേണ്ട ഒരു മനുഷ്യന് വേണ്ട പരിഗണന എല്ലാം കൊടുത്ത് ഈ മരുമക്കൾ കുറച്ച് അടങ്ങി ജീവിക്കണം. പിന്നെ വേറെ പ്രധാനമായിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ മക്കളെ സ്നേഹിക്കുന്ന, ഇപ്പം മകനെ അത്രയധികം സ്നേഹിക്കുന്ന ഒരമ്മയാണെങ്കിൽ തീർച്ചയായിട്ടും മരുമകളെ സ്നേഹിക്കാൻ പറ്റും. കാരണം എൻ്റെ മകന് ജീവിതവും ജീവനും എല്ലാം, ജീവൻ അറിയാലോ, കുട്ടികളെ എല്ലാം കൊടുക്കേണ്ടത് ഇവളാണ്. അപ്പോൾ ഇവളെ ഞാൻ താങ്ങണം. അപ്പോൾ എൻ്റെ മകനെ ഇവൾ താങ്ങും, അവൻ സുഖമായിട്ട് ജീവിക്കും എന്ന് ഓരോ അമ്മയും വിചാരിക്കണം. എൻ്റെ ഭർത്താവിൻ്റെ അച്ഛനും അമ്മയും എൻ്റെ അമ്മയാണ്. അവരെ ഞാൻ സ്നേഹിച്ച എൻ്റെ ഭർത്താവ്, നിങ്ങളൊക്കെ വേണമെങ്കിൽ നല്ലതായിട്ട് നോക്കി കല്യാണം കഴിച്ച ആൾക്കാരെല്ലാം ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയേ. നിങ്ങൾ നിങ്ങളുടെ അച്ഛൻ്റെ അല്ല ഭർത്താവിൻ്റെ അച്ഛനെയും അമ്മയും ഒന്ന് സ്നേഹിച്ച് നോക്കിയേ. ഭയങ്കരമായിട്ട് സ്നേഹിച്ച് നോക്കി. ഒരു ഇമ്പോർട്ടൻസ് കൊടുത്ത് നോക്കി. എല്ലാ കാര്യത്തിനും അച്ഛനോട് പറഞ്ഞോ, അച്ഛന് ചെയ്തോ, അമ്മയ്ക്ക് ചെയ്തോ, അമ്മയോട് പറഞ്ഞോ, അവർക്കൊരു മുഖ്യത്വം കൊടുക്കുന്ന ഈ മകൻ അറിഞ്ഞെന്ന് വെച്ചു നമ്മളെ താങ്ങി നിർത്തുമോ. അത്രയ്ക്കും സ്നേഹമായിരിക്കും നമ്മളോട്. നിങ്ങളൊക്കെ അതൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്. അപ്പം ഇനി ഒരു എന്താ പറയുന്നത്, ഇങ്ങനൊന്നും ഉണ്ടാവാതെ നമുക്ക് തന്നെ പറ്റും. അല്ലാതെ ആ സ്ത്രീയെ, കാരണം അവരോടൊരു എനിക്കും ചില സമയം ഭയങ്കരമായിട്ട് ദേഷ്യം വരും. ദേഷ്യം വരുമ്പോൾ എന്താണ് പറയേണ്ടതെന്ന് ഇപ്പോൾ ഒരുപാട് കൺട്രോൾ ചെയ്ത് കൊണ്ടുവന്നു. എന്താണ് പറയേണ്ടതെന്ന് എനിക്ക് തന്നെ അറിയത്തില്ല. അപ്പം ആ ഒരു ടൈമിൽ അവർ സത്യത്തിൽ ഈ മറ്റേ പെണ്ണുമ്പിള്ള ചുമ്മാ പറഞ്ഞായിരിക്കും രാഗി മിനിക്കൊക്കെ വെച്ചെന്ന് ഒരു 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 കിടക്കട്ടെ ഒരു ഹുക്ക് എന്ന് വിചാരിച്ച്. അപ്പോൾ ആ കേസൊക്കെ വലിയ രീതിയിലേക്ക് പോകുമല്ലോ, അതിന് വേണ്ടി പറഞ്ഞതായിരിക്കും തോന്നുന്നു. അപ്പം അമ്മായിയമ്മയ്ക്ക് വേണ്ടി നല്ല മകളെ താഴ്ത്തിക്കെട്ടി അമ്മായിയമ്മയെ നല്ല രക്ഷിക്കാന്നുള്ളതൊക്കെ വിചാരിച്ചായിരിക്കും ഇങ്ങനെ പറഞ്ഞത്. പക്ഷേ അവർക്കതൊരു ഹുക്കായി പോയി. അപ്പോൾ അപ്പോൾ നിങ്ങളൊക്കെ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ സ്നേഹത്തോട് കഴിയും. നമുക്ക് കുറച്ച് നാളല്ലേ ഈ ഭൂമിയിലുള്ളൂ, വളരെ കുറച്ച് നാൾ. ആരോടാണ് വൈരാഗ്യം? എന്താണ് നമ്മൾ ഭൂമി വിട്ട് കൊണ്ടുപോകുന്നത്? ഈ ഒരു ചിന്ത മാത്രം ഓരോ നിമിഷവും ചിന്തിച്ച് നോക്കിയാൽ മതി. പിന്നെ വഴക്കൊന്നും ഉണ്ടാകത്തില്ല. നമ്മളങ്ങ് അധ്വാനിക്കും, ജോലി ചെയ്ത്. ഇനി നമ്മുടെ ഒരു കാലം കഴിഞ്ഞാൽ നമ്മുടെ കുട്ടികൾ അവരെങ്ങനെ ജീവിക്കണം, ഇത് മാത്രമായിരിക്കും നമ്മുടെ മനസ്സിൽ. സ്വയം ജീവിക്കണം, സ്വന്തമായിട്ടുള്ള കാര്യങ്ങൾ മാത്രം എന്ന് വിചാരിച്ചിരിക്കുന്ന ഒരു വ്യക്തിയും ഒരിക്കലും ജീവിച്ചിട്ടില്ല. നല്ല രീതിയിൽ ജീവിച്ചിട്ടില്ല അവർ. അവരെ ആരും അംഗീകരിക്കത്തില്ല. ഒറ്റപ്പെട്ടു പോകും. അതാണ് ഫസ്റ്റ് മനസ്സിലാക്കേണ്ടത്. അമ്മായിയമ്മയെ എനിക്ക് പറയാം, നിങ്ങളെല്ലാം കളഞ്ഞിട്ട് അങ്ങ് പൊയ്ക്കോ, എന്തിനാണ് അവരുടെ കൂടെ ജീവിച്ചതെന്ന്. ഞാൻ പറയത്തില്ല. കാരണം നാളെ ഞാനൊരു അമ്മായിയമ്മയാവും. എൻ്റെ മകൻ എന്നെ കളഞ്ഞിട്ട് പോയാൽ അതെനിക്ക് സഹിക്കാൻ പറ്റത്തില്ല. എൻ്റെ കുഞ്ഞ് ഞാൻ പ്രസവിച്ച് വളർത്തി പാലൂട്ടി ഇത്രയും കൊണ്ടുവന്ന എൻ്റെ കുഞ്ഞ് എന്നെ ഇട്ടിട്ട് പോകുമ്പോൾ എനിക്ക് എന്ത് സങ്കടമായിരിക്കും. ഈ ഒരു ചിന്ത എല്ലാ മരുമകളും ചിന്തിക്കണം.
അമ്മായിയമ്മയും ചിന്തിക്കണം. ഇതെൻ്റെ പെണ്ണിനെ പോലാണ് ഞാൻ പെൺ അങ്ങനെ അമ്മായിയമ്മമാര് ചിന്തിച്ചു കഴിഞ്ഞാൽ അമ്മായിയമ്മ മരുമോള് പ്രശ്നമേ ഉണ്ടാവത്തില്ല. ഓക്കെ.